പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് ഇവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 4 പേർക്ക് 5 വർഷം തടവ്. അതിൽ മുൻ MLA KV കുഞ്ഞിരാമനുണ്ട്. അപ്പം CPM തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊല്ലുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്രയും നാളതൊക്കെ മറച്ചു വെച്ചൊക്കെ നിൽക്കുന്നു. പക്ഷേ തുടർച്ചയായി CPM-നെതിരായ വിധികൾ ഇങ്ങനെ വരുന്നു. അല്ലേ, ഇതിപ്പോൾ വരുന്ന കാര്യമൊന്നുമല്ല. എത്രയോ കാലമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതിൻ്റെ ഒരറ്റത്ത് എപ്പോഴും CPM ഉണ്ടാകും, മറ്റേ അറ്റം മാറി മാറിക്കൊണ്ടിരിക്കും. കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ്, ഇങ്ങനെ പല രീതിയിൽ. ബട്ട് ഒരു സൈഡിൽ എപ്പോഴും CPM ആണ്. പിന്നെ അതിന് ശേഷം ലേറ്റർ എൻട്രിയാണ് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ട് പക്ഷേ ഈ RSS BJP-ക്കാരെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ, അവർ മറ്റവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഒരു 6 കൊലപാതകങ്ങൾ, അത് പ്രതികളെ പിടിക്കുകയും റിമാൻഡിലാകുകയും ചാർജ് ഷീറ്റ് കൊടുക്കുകയും വിചാരണ നടക്കുകയും ഒക്കെ ചെയ്ത കേസിൽ ഒരു 6 കൊലപാതകങ്ങളിൽ കേരളത്തിലെ തന്നെ ക്രൈം ബ്രാഞ്ച് കണ്ടുപിടിച്ചു അതിലെ പ്രതികൾ യഥാർത്ഥ പ്രതികളല്ല, RSS CPM സംഘർഷമാണ്. അപ്പോൾ അതിൽ CPM പ്രതിയാണ് എന്ന് വിചാരിച്ചു. ബട്ട് പ്രതി പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. RSS ആണ് പ്രതി എന്ന് വിചാരിച്ചു, യഥാർത്ഥ പ്രതി പോപ്പുലർ ഫ്രണ്ടുകാരനാണ്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് ആ കേസ് റീഓപ്പൺ ചെയ്യാനൊക്കെ ഉത്തരവൊക്കെയായി 6 കേസുകൾ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് പോപ്പുലർ ഫ്രണ്ട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. അതൊരു കൊലപാതകം ചെയ്യുക, അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരു ചെറിയ കൊടി അവിടെ ഇടുക, മതി. എല്ലാവരും പറയും കൊലപാതകം ചെയ്തത് CPM ആണ്. CPM പറയും ഞങ്ങളല്ല. കുറേ CPM-കാരെ പിടിച്ചുകൊണ്ട് പോകും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വാസ്തവത്തിൽ ഇത് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടാണ്. നേരെ തിരിച്ചും അടുത്ത കൊലപാതകം ചെയ്യുമ്പോൾ ഒരു കാവിത്തുണിയോ ജയ് ശ്രീറാം എന്നെഴുതിയ ഒരു കടലാസോ അവിടെ ഇടും. ഉടനെ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം RSS-കാരനെ കൊന്നതിന് പകരമായിട്ട് കൊന്നു. എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. CPM വലിയ ജാഥ, റാലി, ബന്ദ് ഒക്കെ നടത്തും. RSS അക്രമ ഇത് RSS പറയും ഞങ്ങളല്ല, ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറയും. പിന്നെ രക്ഷയില്ല, 3-4 RSS-കാരെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞ് വാർത്ത. ഇതുപോലത്തെ 6 ഇൻസിഡൻറ്റ് ക്രൈം ബ്രാഞ്ച് തന്നെ കണ്ടുപിടിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് റീഓപ്പൺ ചെയ്യിച്ച കേസുകൾ. ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഇതിൻ്റെ നടുക്ക് മുതലെടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിലായി. പൊളിറ്റിക്കൽ മർഡർ ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് വിജയിക്കില്ല എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു, പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തെങ്ങും പൊളിറ്റിക്കൽ മർഡർ ഉണ്ടാവാത്തത്. ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതിന് പൊളിറ്റിക്കൽ കളർ കിട്ടുന്നില്ല. എന്തുകൊണ്ടോ നമ്പർ ഓഫ് പൊളിറ്റിക്കൽ മർഡേഴ്സ് അടുത്ത കാലത്തായിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് ഇവരൊക്കെ അങ്ങ് നന്നായി പോയതുകൊണ്ടൊന്നുമല്ല, അതിൽ നിന്ന് ബെനിഫിറ്റല്ല ദോഷമാണ് ഉണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് TP ചന്ദ്രശേഖരൻ വധക്കേസായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം അക്രമ രാഷ്ട്രീയം ഒരു വല്ലാത്ത രീതിയിൽ CPM ഉപയോഗിക്കുന്നു എന്ന് CPM അണികൾക്ക് പോലും തോന്നിത്തുടങ്ങി. TP ചന്ദ്രശേഖരൻ വലിയ പുണ്യാളനൊന്നും ആയിരുന്നില്ല കേട്ടോ. അദ്ദേഹവും ഈ വക പരിപാടികളെല്ലാം റാറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതായത് BJP യുവമോർച്ച നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് റൂമിലിട്ട് വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ TP ചന്ദ്രശേഖരൻ ഇപ്പുറത്താണ്, CPM-ലാണെന്ന്. അവസാനം TP ചന്ദ്രശേഖരൻ റിബലായി അയാളെ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോഴാണ് KK രമയൊക്കെ അക്രമ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞത്. KK രമ അന്ന് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അന്ന് മിണ്ടിയിട്ടില്ല ജയകൃഷ്ണൻ മാഷെ കൊല്ലുമ്പോൾ. ഇപ്പോൾ ഈ പരിപാടി രാഷ്ട്രീയ കൊലപാതകം, അതിൽ നിന്നുള്ള റിട്ടേൺസ് തീരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല, അതും അല്ലെങ്കിൽ നെഗറ്റീവായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അക്രമം കുറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇവർക്ക് വെളിപാടുണ്ടാവുകയോ ഇവരെല്ലാം കൂടെ യേശുക്രിസ്തുവായിട്ട് മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. അറ്റ് എനി ടൈം ഇതിൽ നിന്ന് ലാഭമുണ്ടാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ മുതൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വികാരമാണ് ഭയം. കൊന്നുകളയും, ജീവഭയം എല്ലാവർക്കും ഉണ്ടല്ലോ. കൊന്നുകളയും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നീ വോട്ട് ചെയ്യുന്നത് CPM-ന് തന്നെ വോട്ട് ചെയ്തോളണം, രഹസ്യ വോട്ടാണ് എന്ന് നീ വിചാരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അറിയാം ആരാർക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട്
നമ്പറൊന്നും ഇറക്കാൻ നിൽക്കരുത്, മര്യാദയ്ക്ക് വോട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അയാൾ ഭയന്ന് പോകും. ഞാൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഞെക്കുന്നു, ഈ പണ്ടാരം ഇത് ഇവന്മാർക്ക് ഞാനും കണ്ടുപിടിക്കാൻ പറ്റിയാൽ എൻ്റെ പ്രാണം പോകും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് CPM വോട്ട് ചെയ്യും. ഭയം വല്ലാത്തൊരു സാധനമാണ്. ഒരാളിനെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാനും ചെയ്യിക്കാതിരിക്കാനും ഭയം എന്നുള്ള വികാരം ഉപയോഗിക്കാം. അത് സമർത്ഥമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി എത്രയോ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരും കൂടെ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇരവാദം തുടങ്ങി. മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ മൊത്തം ഇത്ര പേര് മരിച്ചിട്ടുണ്ട്. മൊത്തം ഇത്ര പേര് മരിച്ചതിന് കാര്യം എന്താ? അത്രയധികം അക്രമങ്ങളിൽ നിങ്ങൾ ഇൻവോൾവായി. അതുകൊണ്ടാണ് എൻ്റെ പേരിൽ 30 കേസുണ്ട് സിനിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ എന്നിട്ട് ഇരവാദം ഉന്നയിക്കുകയാണ്. 30 കേസാണ് എൻ്റെ പേരിൽ, 30 പോക്കൃത്തരത്തിൽ ഞാൻ ഇൻവോൾവായിട്ടുണ്ടെന്ന് അതിനർത്ഥം. അതൊരു മഹാകാര്യമൊന്നുമല്ല. ബട്ട് അത് ഞങ്ങളുടെ ഇത്ര പേരെ ഞങ്ങൾ ബലി കൊടുത്തു പാർട്ടി നിലനിർത്താൻ വേണ്ടി. പിന്നെ ആളെ ബലി കൊടുത്തല്ലേ പാർട്ടി നിലനിർത്തുന്നത്? ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കോടതി വിധിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇതിനി ഹൈക്കോടതിയിൽ പോയാൽ എന്താകും എന്ന് കണ്ടറിയണം. ഞാൻ പൊതുവേ ക്രിമിനൽ കേസുകളിൽ കണ്ടിട്ടുള്ളത് ലോവർ കേസിലെ വിധി ഹൈക്കോടതി ഒന്ന് മയപ്പെടുത്തും, കുറയ്ക്കും. ചിലരെയൊക്കെ വെറുതെ വിടും. ഇപ്പോൾ ഈ കേസിൽപ്പെട്ട KV കുഞ്ഞിരാമൻ മിക്കവാറും ഹൈക്കോടതിയിൽ പോകുമ്പോൾ അയാൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. മുൻ MLA ആണ്. അതാണ് എന്തോ IPC 225 അങ്ങനെ എന്തോ ചെറിയ ഓഫൻസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 മാസം തടവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ വിടപ്പെടാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറയും. ഇവിടുത്തെ സംശയം അതല്ല. അതായത് CPM ഈ ജനങ്ങളെ ആകർഷിക്കുന്ന നേതാക്കൾ. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ ഒരു സമയത്ത് CPM-നൊപ്പം നിന്നു. പക്ഷേ പിന്നീട് CPM-നെതിരായിട്ട് ആളെ കൂട്ടാനും സംഘടിപ്പിക്കാനും ഒക്കെ TP ചന്ദ്രശേഖരന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തെ കൊല്ലാനുള്ളൊരു കാരണം. ഇവിടെ ഈ കൃപേഷ്, ശരത്ലാൽ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരാണ്. ഇവർക്ക് ആ നാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടാവുകയും യുവാക്കളെ അടക്കം കോൺഗ്രസിലേക്ക് ആകർഷിക്കാനും പറ്റി. അപ്പോൾ കാസർഗോഡ് CPM-ന് വലിയ വേരോട്ടമുള്ള മണ്ണിൽ കോൺഗ്രസ്സിന് ആ ഗ്രാമത്തിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതാണല്ലേ CPM-ൻ്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്? അതെ. ഇപ്പം കോൺഗ്രസ്സിലെ മറ്റ് ചെറുപ്പക്കാർക്ക് തോന്നുന്നത് എന്താ? ഇതിന് പോയാൽ കൊല്ലപ്പെടും. അവരുടെ അച്ഛനമ്മമാർ പറയും, ഇതേ യൂത്ത് കോൺഗ്രസ് മണ്ണാങ്കട്ട മര്യാദയ്ക്ക് കയറിപ്പോടാൻ, വീട്ടിൽ രാത്രി 8 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല, നീ പുറത്ത് പോയി കഴിഞ്ഞാൽ 7-8 മണിയാകുമ്പോൾ വീട്ടിൽ വന്നോളും. ഇങ്ങനെ മാതാപിതാക്കൾ ഇടപെട്ട് ചെറുപ്പക്കാരെ കൺട്രോൾ ചെയ്യും. ചെറുക്കം പറഞ്ഞാൽ കേൾക്കുന്നില്ല കേട്ടോ. എടീ ഞാൻ ആ നാരായണനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത മാസം ആകുമ്പോൾ വിസ ശരിയാക്കും, നമുക്ക് ഇതിനെ കടത്താൻ വിടുന്നു. ഇവൻ്റെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംഗതി ഗൾഫിലേക്ക് കയറ്റിവിടും. കാരണം മരണം അത്ര വലിയൊരു ഷോക്കാണ്, നിസ്സാര സംഗതിയാണ്. ഒരു മകനുണ്ട്, അവൻ രാഷ്ട്രീയത്തിൽ പോയിട്ട് ചത്തുപോകുന്നു വന്നു കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ ഒരച്ഛൻ എന്തും ചെയ്യും. ഇൻസ്പൈറ്റ് ഓഫ് ഹിം അവനിതിന് തയ്യാറാണെങ്കിൽ അച്ഛൻ മറ്റു രീതിയിൽ വെച്ച് പൊതിഞ്ഞ് കെട്ടി ഇവനെ ഗൾഫിലയക്കും. എന്നാലും ഈ പണിക്ക് വിടില്ല. ആ രീതിയിൽ ടെററൈസ് ചെയ്യുക സൊസൈറ്റിയെ. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തുക, വേലി പൊളിക്കുക, തെങ്ങ് വെട്ടുക, പശുവിന് വിഷം കൊടുക്കുക, അങ്ങനെയൊക്കെ പാർട്ടി വളർത്തുക. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ, ചാനലിലൊക്കെ കാണുമ്പോൾ അവരുടെ കുടുംബങ്ങൾ ഭയങ്കര പൊട്ടിക്കരയുന്നു, സഹോദരി, അമ്മ. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പം ഈ ജനങ്ങൾക്ക് CPM-നോടുള്ള വെറുപ്പ് കൂടി വരും. അങ്ങനെ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPM-ൻ്റെ ഗുണഭോക്താക്കൾ ഒരുപാടുണ്ട്. ഇപ്പോൾ 2ാം സർക്കാരാണല്ലോ ഇന്ന്. എത്ര പേരാണ് CPM-ൽ നിന്ന് സൗജന്യം പറ്റുന്നത്? ഈ കൃപേഷിനെ, ശരത്ലാലിനെ കൊന്നത് മഹാപാപമാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് സഹകരണ ബാങ്കിൽ ഒരു ജോലി വാങ്ങി തന്നത് CPM-ആണ്. ഞാൻ ആർക്ക് വോട്ട് ചെയ്യും പറഞ്ഞു? ഞാൻ CPM-ന് വോട്ട് ചെയ്യും. അല്ല, അവരെ കൊന്നത് തെറ്റായിപ്പോയി അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് ഒരു ഉപജീവനം ഉണ്ടാക്കി തന്നത് CPM-ആണ്. ഇച്ചിരി കൃത്രിമം കാണിച്ചാണ് എന്നെ കയറ്റിയത് ജോലിയിൽ. അതാ ഏരിയ സെക്രട്ടറി പറഞ്ഞു, ചേട്ടാ ഇത് ഇച്ചിരി പ്രശ്നമാണ്. അല്ല, നമ്മൾ ഒരു ഉപജീവനം കുഴപ്പമില്ല, ഞാനത് ശരിയാക്കിയേക്കാം. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെയാണ് നമ്മളെ കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് നന്ദി കാണിക്കേണ്ടേ? ഇതാണ് കേരളത്തിലെ വലിയ പ്രശ്നം. CPM-ൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ ഗുണഭോക്താക്കളാണ്. ഫൈനാൻഷ്യൽ ഗുണഭോക്താക്കൾ ഒരുപാടുണ്ട്. ആ ലോയൽറ്റി വിട്ടുപോകില്ല. കാരണം മാസശമ്പളവുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ചെറുതാണെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു തന്ന പാർട്ടിയെ നിങ്ങൾ കളയില്ല. അപ്പോൾ നിങ്ങളതിന് ന്യായം കണ്ടുപിടിക്കുക. അത് ഒറ്റപ്പെട്ട സംഭവമാണ്, അവിടെ എന്തോ ദേഷ്യം വന്നപ്പോൾ അത് വിട്ട് കൊലപാതകം നടന്നു,
അതിൻ്റെ പേരിൽ മൊത്തം പാർട്ടിയെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? എനിക്ക് ജോലി വാങ്ങിച്ചതെന്ന് ജോസഫ് ഏട്ടനാണ്. ജോസഫ് ഏട്ടൻ ഞാൻ വോട്ട് ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് CPM അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇത് മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പുതിയ തലമുറ രാഷ്ട്രീയത്തോട് പോലും താല്പര്യമില്ലാത്തവരാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ജനിച്ചു വളർന്നവരൊക്കെ നാട് വിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ CPMൻ്റെ ഈ തന്ത്രം ഇനി തകർന്നു പോവില്ലേ? രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഇപ്പോൾ ഈ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരുടെ ഒരു സംഘത്തെ വെച്ചാണ്, അല്ലാതെ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ പോകാറില്ല. മറ്റൊന്നിനും കൊള്ളാതെയാകുമ്പോഴാണ് ആൾക്കാർ രാഷ്ട്രീയത്തിൽ പോകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനത്തെ അഭ്യസം അക്കാഡമിക് എക്സലൻസ് ഉള്ള ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ പോവില്ല. ഒന്നിനും കൊള്ളില്ല. ഗൾഫിൽ ചുമട്ടുപണിക്ക് പോലും ഇവനെ എടുക്കുന്നില്ല. അപ്പം പിന്നെ അവൻ ഒരു ഡയറിയും കഷത്തി വെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങും. അവിടെ അവൻ ഷൈൻ ചെയ്യും. കാരണം ഗുണ്ടാപ്പണി, കുതികാലം വിട്ട് അത് ഇതൊക്കെ അവൻ ഷൈൻ ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുക. പുതിയ തലമുറ ഇപ്പോഴില്ല, കുറേ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ പോകാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പെട്ടിക്കട പോലും നടത്താൻ പ്രാപ്തിയില്ലാത്തവൻ പോകും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കാശുണ്ടാക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും കാശുണ്ടാക്കാം. അതുകൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ RLD ഉണ്ടല്ലോ, രാഷ്ട്രീയ ലോക്ദൾ, അതിന് കേരള ഘടകമുണ്ട്. അതിന് ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ട്. അത് വെച്ച് അവർ കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടി കിട്ടുമായിരിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ ഒന്നും ബേസിസിലല്ലെന്നേ വോട്ട് ചെയ്യുന്നത്. ആളുകൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ ഒരു 75-80% ആൾക്കാർ പൊളിറ്റിസൈസ്ഡാണ്. കം വാട്ട് മേ, അവരൊരു പൊളിറ്റിക്കൽ നിലപാടെടുത്തിട്ടുണ്ട്, അതിന് വോട്ട് ചെയ്യും. സിനിജു ആലോചിച്ച് നോക്ക്, ഞാനൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഐ ആം എ വെരി ക്ലോസ് സപ്പോർട്ടർ ഓഫ് BJP. BJPയുടെ നേതാവോ കമ്മിറ്റിക്കാരനോ ഒന്നുമല്ല, ക്ലോസ് സപ്പോർട്ടർ ഓഫ് BJP സിൻസ് ലോങ്. BJP ഒരു കയ്യബദ്ധം കാണിച്ചു എന്ന് വെച്ചോ കേരളത്തിൽ, ഈ പറഞ്ഞ പോലെ കൊലപാതകമോ സംഗതിയോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ BJPക്കെതിരെ വോട്ട് ചെയ്യുക ചെയ്യില്ല. ആളുകളുടെ ലോയൽറ്റി അങ്ങനെ മാറില്ല. ചിലപ്പോൾ ഒരാൾ കുറ്റം ചെയ്തെന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതാണ് എല്ലാവരുടെയും ന്യായം. അപ്പോൾ എനിക്ക് BJPയോടുള്ള ഒരു ലോയൽറ്റി പോലെ എത്രയോ CPMകാരുണ്ട്. അവർ ദേ ആർ ലോയൽ ടു ദെയർ പാർട്ടി മിയർലി ബിക്കോസ് സംബഡി കിൽ സംബഡി. ഇത് അവരുടെ ലോയൽറ്റി ഒന്നും മാറാൻ പോകുന്നില്ല. ആ ലോയൽറ്റിക്ക് അടിസ്ഥാനം പലതുമാണ്. ഒന്ന് പണ്ട് മുതലേ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ള, ഞാനൊക്കെ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു ലോയൽറ്റി, അങ്ങനെ ഐഡിയോളജിക്കലി ലോയലായിട്ട് വന്നു, കുടുംബപരമായിട്ട്. നമ്പർ 2, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടിയവർ, ജോലി, ട്രാൻസ്ഫർ, അത് ഇതൊക്കെ കിട്ടിയവർ. 3, ഇതിൽ നിന്ന് പണം കൊയ്യാം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവർ. അവർക്കും ഈ പണം കൊയ്യണമെങ്കിൽ അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും കിട്ടണം. നിങ്ങൾക്കൊരു കെട്ടിവെച്ച കാശ് കിട്ടി ഒരു 10-30,000 വോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുതലാളിമാർ സംഭാവന തരും, അല്ലെങ്കിൽ തരില്ല. അപ്പോൾ ഒരു 30,000 വോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞിട്ട് ഇയാളും പ്രവർത്തിക്കും. അപ്പം ഇങ്ങനെ പല രീതിയിലാണ് പൊളിറ്റിക്കൽ പാർട്ടികൾ വോട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം വെച്ചിട്ട് കേരളത്തിൽ, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു ആൻറ്റി മാർക്സിസ്റ്റ് സെൻറ്റിമെൻ്റ് ഉണ്ടായി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവാം. ബട്ട് ഈ ഒരു പെരിയ ഇരട്ടക്കൊലപാതകത്തിൻ്റെ പേരിൽ മാത്രം ഒരു തിരിച്ചടി അവർക്ക് വരുന്നുണ്ട്. ബട്ട് ഒരുപാട് ദുഷ്കൃത്യങ്ങൾ അവരുടെ പുറത്ത് വന്നിട്ട് ഇപ്പോൾ CPM മുന്നണിയെ LDF പോപ്പുലർ അല്ല, ആളുകൾക്കൊരു വെറുപ്പും പുച്ഛവും ഉണ്ട്. ദാറ്റ് മേ വർക്ക്. അതിൻ്റെ തുടർഫലങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.